ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഒരു സ്ഫോടനത്തിൽ അസാധാരണമായുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് ഇതിൽ പ്രതിസ്ഥാനത്തുള്ള ആൾ ഒന്ന് ഡോക്ടർ ഉമർ മുഹമ്മദ്, അതോടൊപ്പം തന്നെ ഇന്നലെ അറസ്റ്റിലായത് ഡോക്ടേഴ്സിന്റെ ഒരു സംഘമാണ്. അതായത് ഇതിൽ ഈ പറയുന്ന ഒരു വൈറ്റ് കോളർ ജോബുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘവുമൊക്കെ ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ അവർ അതിന് തുനിയുമോ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ അതിനൊരു ആസൂത്രണവും അല്ലെങ്കിൽ അതിന് ഉള്ള പ്ലാനിംഗ് ഒക്കെ വളരെ നേരത്തെ തന്നെ ഉണ്ടായി കാണണം എന്ന കാര്യവും അതിൽ യാതൊരു സംശയവുമില്ല. അത്തരം മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കാരണം ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ഇതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, ഡോക്ടർ ഉമറൊക്കെ ഇതുമായി ബന്ധപ്പെട്ടു എന്നത് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് എത്രമാത്രം ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം നോക്കുന്നത്? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഈ ഡോക്ടർമാരാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതനുസരിച്ച് ജെയ്ഷെ മുഹമ്മദിന് തന്നെ ഒരു പ്രത്യേക മൊഡ്യൂൾ ഉണ്ട്, അത് വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൽ ഉന്നത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളെയാണ് അവർ ഇത്തരത്തിലുള്ള ഈ ജോലികളിലേക്ക് അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരടക്കമുള്ള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ജോലികൾ ചെയ്യുന്നവരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതിന് വൈറ്റ് കോളർ മൊഡ്യൂളുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ജമ്മു കശ്മീർ പോലീസ് നടത്തിയ ഒരു റെയ്ഡിൽ അവിടെ ഡോക്ടർ ആദിൽ എന്ന് പറയുന്ന ആൾ അറസ്റ്റിലായത്. ആദിലിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ്, അതിന് പിന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഫരീദാബാദിൽ ഹരിയാന പോലീസിന്റെ അടക്കം സഹായത്തോടെ വലിയ റെയ്ഡ് നടന്നതും 2900 കിലോഗ്രാം ഈ RDX കണ്ടെത്തുകയും ആയുധവും വെടിക്കോപ്പുകളും ഒക്കെ കണ്ടെത്തുകയും ചെയ്തു. അതിന് പിന്നാലെ വ്യാപകമായിട്ട് റെയ്ഡ് നടക്കുന്നു, കൂടുതൽ പേര് അറസ്റ്റിലാവുന്നു, കൂടുതൽ പേര് പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് 6:52 ഈ സ്ഫോടനം പോലും ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഭീകര സംഘടനകൾ ഇന്ത്യക്ക് അകത്തും ആക്റ്റീവാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ സ്ഫോടനവും. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെ ആളുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും പിടിയിലാകുന്നു. ഇതെല്ലാം അതിന്റെ തെളിവാണ്. എന്തായാലും കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഫഷണലുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ച് വരികയാണ്. അതുകൊണ്ടാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലടക്കം, ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലടക്കം കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. ജമ്മു കശ്മീരിലടക്കം ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഈ പറയുന്നത് പോലെ ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റി, അൽഫല യൂണിവേഴ്സിറ്റി, അവിടെയാണ് ഈ ഡോക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റൽ ഇൻഫർമേഷൻ അവിടെ നിന്ന് ലഭിക്കും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ കർത്തവ്യ ഭവനിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചില യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്, മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അമിത്ഷാ അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു റിവ്യൂ മീറ്റിംഗ് ആണ്. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന മീറ്റിംഗിന് ശേഷം മറ്റു കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം. അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ആ ഘട്ടത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.